DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 15 വ്യാഴം. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്: ന്യൂനപക്ഷ വിഭാഗത്തിലെ വിധവകൾ, വിവാഹമോചിതർ, ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ എന്നിവർക്കായി സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ്, സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ മുഖേന സ്വയം തൊഴിൽ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. 20 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാം. പദ്ധതിയുടെ ഭാഗമായി പരമാവധി 5 ലക്ഷം രൂപ വരെ വായ്പ അനുവദിക്കും. വായ്പാ തുകയുടെ 20% സബ്സിഡിയായി ലഭിക്കും. കുടുംബ വാർഷിക വരുമാന പരിധി 2.5 ലക്ഷം രൂപ വരെ കവിയരുത്. മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുള്ളവർ, 18 വയസ്സിന് താഴെ പ്രായം വരുന്ന കുട്ടികളുള്ളവർ, BPL കുടുംബങ്ങൾ എന്നിവർക്ക് മുൻഗണന ലഭിക്കും. അപേക്ഷകൾ www.ksmdfc.org-ൽ ഓൺലൈനായി സമർപ്പിക്കാം. അടുത്തറിയിപ്പ്: സംസ്ഥാനത്തെ റെക്കോർഡുകൾ ഭേദിച്ച് കുതിക്കുന്ന സ്വർണ്ണവിലയിൽ ഇന്ന് ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പവന് 600 രൂപയാണ് കുറഞ്ഞത്. 1,05,000 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി 75 രൂപയാണ് കുറഞ്ഞത്. 13,125 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. അടുത്തറിയിപ്പ്: തൊഴിലന്വേഷിക്കുന്ന യുവതീ യുവാക്കൾക്ക് നൈപുണ്യ വികസനത്തിനും മത്സര പരീക്ഷ തയ്യാറെടുപ്പുകൾക്കും സഹായകമായി ആവിഷ്കരിച്ച പദ്ധതിയാണ് പ്രജ്വല കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ്. പ്രതിമാസം 1000 രൂപ വീതം ഒരു വർഷത്തേക്ക്, അതായത് പരമാവധി 12 മാസത്തേക്ക് ഈ ആനുകൂല്യം ലഭിക്കും. ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായം 18-നും 30-നും ഇടയിലായിരിക്കണം. കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കവിയരുത്. +2, ITI, ഡിപ്ലോമ അല്ലെങ്കിൽ ബിരുദം പാസ്സായ ശേഷം നൈപുണ്യ വികസന കോഴ്സുകൾ, PSC, UPSC, ബാങ്ക് ടെസ്റ്റ് പോലുള്ള മത്സര പരീക്ഷകൾ തയ്യാറെടുക്കുന്നവർക്കോ ഇതിലേക്ക് അപേക്ഷിക്കാം. നിലവിൽ മറ്റ് സ്കോളർഷിപ്പുകൾ ലഭിക്കുന്നവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല. എംപ്ലോയ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഔദ്യോഗിക പോർട്ടലായ eemployment.kerala.gov.in വഴി ഓൺലൈനായി അപേക്ഷിക്കാം. APL BPL റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയുള്ളവർക്ക് അപേക്ഷിക്കാം. അർഹരായ 5 ലക്ഷം പേർക്കാണ് ആനുകൂല്യം ലഭിക്കുക. അതിനാൽ എത്രയും വേഗം അർഹരായവർ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുക. അടുത്ത അറിയിപ്പ്: സംസ്ഥാനത്ത് PM കിസാൻ നിധിയുടെ 2000 രൂപ ധനസഹായം ലഭിക്കുന്ന കർഷകർ ശ്രദ്ധിക്കുക. ചില കർഷകർക്ക് ഇലക്ട്രോണിക് KYC വീണ്ടും ചെയ്യണമെന്ന് അറിയിപ്പെത്തുന്നുണ്ട്. KYC എന്നാണ് ഇതിനെ പറയുന്നത്. ഇത്തരത്തിൽ KYC നിർദ്ദേശം വന്നവർ അത് പൂർത്തിയാക്കിയാൽ മാത്രമേ വീണ്ടും ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കൂ. ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഡിഫക്റ്റീവ് ആകുന്ന അപേക്ഷകളായിരിക്കും ഇത്തരത്തിൽ പുനർവെരിഫിക്കേഷന് വേണ്ടി നിർദ്ദേശിക്കപ്പെടുന്നത്. നമ്മൾ ഇതിലുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി KYC ഒന്നുകൂടി ചെയ്യുവാൻ ശ്രമിക്കുമ്പോൾ തന്നെ ഓൾറെഡി ഡൺ എന്നാണ് കാണിക്കുന്നതെങ്കിൽ മറ്റ് തടസ്സങ്ങളൊന്നും തന്നെ ഇല്ല. അല്ലാത്ത പക്ഷം തുടർന്നുള്ള സ്റ്റെപ്പുകൾ കൂടി ഫോളോ ചെയ്ത് പൂർത്തിയാക്കേണ്ടി വരും. ചുരുക്കം ചില കർഷകർക്ക് മാത്രമാണ് ഇത്തരത്തിൽ നിർദ്ദേശം വന്നിരിക്കുന്നത്. നിരവധി പേർ അനർഹമായ ആനുകൂല്യം വാങ്ങിയതായി വിവിധ സംസ്ഥാനങ്ങളിൽ നടത്തിയ പരിശോധനകളിൽ കണ്ടെത്തിയിരുന്നു. അതിന്റെ ഭാഗമൊക്കെയായിട്ടാണ് ഇത്തരത്തിൽ അറിയിപ്പുകൾ ചിലർക്ക് മാത്രം ലഭിക്കുന്നത്. അതോടൊപ്പം ധനസഹായം ചില ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്താത്തതിന്റെ കാരണം ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസിലെ പിഴവുകളാണ്. അതായത് ചില ബാങ്ക് അക്കൗണ്ടുകൾ ആധാറുമായി സീഡ് ചെയ്തത് ശരിയായിട്ടുണ്ടാകില്ല. അതിനാൽ തന്നെ ആധാറിന്റെ വെബ്സൈറ്റിൽ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് പരിശോധിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ആധാർ അധിഷ്ഠിത തുക വിതരണമായതിനാലാണ് ഇത്തരത്തിൽ ചിലർക്ക് തുക മുടങ്ങുന്നത്. അതിനാൽ ആധാറും ബാങ്ക് അക്കൗണ്ടും ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് എല്ലാവരും ഉറപ്പാക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.